ബിനിൽ എത്ര മണിക്കാണ് ഈ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്? ഈ ഔദ്യോഗികമായിട്ട് DNA പരിശോധനയിലൂടെ മാത്രമേ ഇത് ഗോപൻ സ്വാമിയുടെ ശരീരം തന്നെയാണോ എന്നൊക്കെ മനസ്സിലാക്കാനാവുകയുള്ളൂ. പക്ഷേ അവിടെ കൂടിയിരുന്ന നാട്ടുകാരും മറ്റും അദ്ദേഹത്തിൻ്റെ മൃതദേഹം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിഷേധം ആ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ? അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പ്രതികരിച്ചത്? മൃതദേഹം ഗോപൻ സ്വാമിയുടെ തന്നെയെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് നെയ്യാറ്റിൻകര കൗൺസിലർ പ്രസന്നൻ അദ്ദേഹം അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തെ ഏറെ നാളായി അറിയുന്നയാളാണ് പ്രസന്നൻ. ഈ സ്ലാബ് പൊളിക്കുമ്പോൾ, ഈ കല്ലറ പൊളിക്കുമ്പോൾ ഒപ്പം ഇദ്ദേഹം കൂടി ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. വായയുടെ ഭാഗം മാത്രമാണ് അല്പം കൂടിയ നിലയിൽ, അഴുകിയ നിലയിൽ ഉണ്ടായിരുന്നത്. മറ്റ് ഭാഗങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. മാത്രമല്ല ഭസ്മവും കർപ്പൂരവും അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ കല്ലറയിൽ ഉണ്ടായിരുന്നു. അതും മകൻ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ കൃത്യമായി തന്നെ സമാധി ഇരുത്തിയപ്പോൾ എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ ഭസ്മവും കർപ്പൂരവും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഇരുത്തിയെന്നാണ് പറഞ്ഞിരുന്നത്. അതുതന്നെയാണ് ഉണ്ടാവുകയും ചെയ്തിരുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കാര്യമായ പ്രതിഷേധങ്ങളൊന്നും ഇന്നുണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ കോടതി പോലീസിന് അനുകൂല നിലപാടാണ് എടുത്തത്. മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന ചോദ്യമാണ് കോടതി പ്രധാനമായും ചോദിച്ചത്. അങ്ങനെയില്ലെങ്കിൽ അസ്വാഭാവിക മരണമാണ്, പോലീസിന് നടപടിയുമായി മുന്നോട്ട് പോകാമെന്നാണ് കോടതി വ്യക്തമാക്കിയത്. അതിന് പ്രകാരം ഇന്ന് രാവിലെ 6 മണിക്കാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയത്. അതിനുശേഷം 7 മണിയോടുകൂടി കല്ലറ പൊളിക്കുന്ന നടപടി തുടങ്ങി. ഫോറൻസിക് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, RDO അടക്കമുള്ള ആളുകൾ സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷേ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ സനന്ദൻ മാത്രമാണ് ഇവിടെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഈ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ എതിർക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല. കൃത്യമായി തന്നെ ഈ കല്ലറ പൊളിച്ച് മൃതദേഹം മാറ്റുകയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മാറ്റുകയും ചെയ്തു. ഇനി അറിയേണ്ടത് ഈ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. പ്രധാനമായും അയൽവാസികളൊക്കെ ആരോപിച്ചിരുന്നത് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ശേഷം അല്ലെങ്കിൽ ജീവനോടെ അവിടെ ഇരുത്തിയ ശേഷം സ്ലാബ് കൊണ്ട് മൂടിയതാണ് എന്നൊരു ആരോപണം, പരാതി അയൽവാസികൾ ഉന്നയിച്ചിരുന്നു. ആദ്യ പരാതി അതുതന്നെയായിരുന്നു. അങ്ങനെ ആ പരാതിയിന്മേലാണ് പിന്നീട് ഈ അന്വേഷണം നടന്നതും കല്ലറ പൊളിക്കുന്ന നടപടികളിലേക്ക് എത്തിയതും. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് വ്യക്തമാണ്. കൃത്യമായി അറിയേണ്ട 2-3 വസ്തുതകളുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത്, ആ സമയം ഏതാണ്, മരണ കാരണം എന്താണ് അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് അത്തരം കാര്യങ്ങൾ വരിക. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ അല്ലെങ്കിൽ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധന ഫലം വരാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് തന്നെ ലഭ്യമാകും. സാധാരണഗതിയിൽ കൊലപാതകങ്ങളോ മറ്റോ അസ്വാഭാവിക മരണങ്ങളിലോ ഒക്കെ പ്രാഥമിക റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറാറുണ്ട്. എന്തായാലും ഇന്നും കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാകും ഇത്തരം കാര്യങ്ങൾ എന്തായാലും ചൂണ്ടിക്കാണിക്കുക. എന്തായാലും കുടുംബം ഈ മൃതദേഹം, അതായത് നിലവിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. അതിനായിട്ടാണ് ഈ മൂത്ത മകൻ സനന്ദനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അവിടെ മൃതദേഹം ഏറ്റുവാങ്ങണം. പക്ഷേ നേരത്തെ അവർ ചൂണ്ടിക്കാണിച്ച കാര്യം ഈ സമാധി ഇരുത്തിയെന്നാണ് അവർ ഇപ്പോഴും പറയുന്നത്. ആ സമാധിയായ ആളുടെ അത് കല്ലറ പൊളിച്ചാൽ അത് അശുദ്ധമാകും, ആ ചൈതന്യം നഷ്ടപ്പെടും, പിന്നീട് മൃതദേഹം സ്വീകരിക്കില്ല എന്ന നിലപാടാണ് കുടുംബം നേരത്തെ സ്വീകരിച്ചത്. ആ നിലപാട് തന്നെയാണോ ഇപ്പോഴും എന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും സ്വീകരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അല്പസമയത്ത് അറിയാൻ കഴിയും. പോസ്റ്റ്മോർട്ടം എന്തായാലും മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ തുടരുകയാണ്. സനീഷ്, തിരിച്ചു വരാം ബിനിൽ. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട് അവിടെ നിന്ന്, വീട്ടിൽ നിന്ന്. ഇപ്പോൾ ഹാൻസ് ജോണും ചേരുന്നുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് നിന്നാണ് ഹാൻസ് ചേരുന്നത്. ഹാൻസ്, അവിടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞോ? എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ലഭ്യമായിട്ടുണ്ടോ? ഈ മൃതദേഹത്തോടൊപ്പം അല്ലെങ്കിൽ പരിശോധന നടത്തുന്ന ആശുപത്രിയിലേക്ക് ബന്ധുക്കളെ കൂടെ വിളിച്ചു വരുത്തിയിട്ടുണ്ടല്ലോ അല്ലേ, മകനെയോ മറ്റോ അല്ലേ? തീർച്ചയായും സനീഷ്, ഇപ്പോൾ നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനമായും ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടെ 8 അംഗ സംഘമാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൽ ഗോപനാണോ മരിച്ചതെന്നടക്കമുള്ള DNA പരിശോധനകളടക്കം നടത്തണം എന്നുള്ള വിവരമാണ് നമുക്ക് പ്രധാനമായും ലഭിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ 3 തലത്തിലുള്ള പരിശോധന ഉണ്ടാകുമെന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ വിഷം ഉള്ളിൽ ചെന്നിട്ടാണോ, പരിക്കേറ്റിട്ടാണോ, അല്ലെങ്കിൽ സ്വാഭാവിക മരണമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. വിഷാംശം ഉണ്ടോ എന്ന് അറിയാനായിട്ട് ആന്തരാവയവങ്ങളുടെ പരിശോധന ഫലം നടത്തേണ്ടതാണ്. ഇത് രാസപരിശോധന ഫലമാണ്. ഈ പരിശോധന ഫലം വരാൻ ഏകദേശം ഒരാഴ്ച വരെ സമയമെടുക്കും. എന്നാൽ പരിക്കുകളുണ്ടോ എന്ന് കണ്ടെത്താൻ റേഡിയോളജി, എക്സ്റേ പരിശോധനകളാണ് പ്രധാനമായും നടത്തുക. അതിൻ്റെ റിസൾട്ട് ഇന്ന് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ ലഭിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്നാൽ അതിനോടൊപ്പം തന്നെ 3ാമത്തെ പരിശോധന സ്വാഭാവിക മരണമാണോ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ ഇതിനായി പരിശോധിക്കും. കാരണം നമുക്കറിയാം, ഇദ്ദേഹം മരണപ്പെട്ട സമയത്ത് BP ഗുളിക അടക്കം കഴിച്ചിരുന്നു എന്ന് ബന്ധുക്കളും നാട്ടുകാരും എല്ലാം വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും രോഗാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം കാരണമാണോ അദ്ദേഹത്തിന് മരണം സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഇതിനോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി DNA പരിശോധന അടക്കം നടത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനായി ബന്ധുക്കളുടെ അടക്കം രക്തസാമ്പിളുകൾ എടുക്കേണ്ടതുണ്ട്. പക്ഷേ
നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കാൻ ഏകദേശം 2 മണിക്കൂറിൽ താഴെ സമയം എടുക്കും. എന്തായാലും അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുമെന്നാണ് സബ് കളക്ടർ അടക്കം വ്യക്തമാക്കിയത്. ഇതിൻ്റെ ഭാഗമായി മകൻ സനന്ദൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇത്ര സമയമായിട്ടും ഇവിടെ മോർച്ചറി പരിസരത്ത് എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനോടൊപ്പം തന്നെ പ്രാഥമികമായ വിവരങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർക്കും RDO അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കും നൽകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാൻ കഴിയും. എന്തായാലും ഗോപന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് മരണം സംഭവിച്ചെന്നുള്ള പ്രാഥമികമായ വിവരങ്ങൾ എല്ലാം തന്നെ അല്പസമയത്തിനുള്ളിൽ ലഭ്യമാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സനീഷ്, അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി തുടങ്ങും. അവിടേക്ക് ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ അവിടേക്ക് എത്തിച്ചേരും. പോലീസ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം എത്തിച്ചേരേണ്ടതാണ്. ഇതുവരെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടെങ്കിലും ഇതുവരെ എത്തിയിട്ടില്ല എന്നൊരു വിവരം ഹാൻസ് അവിടെ നിന്ന് കൈമാറുന്നുണ്ട്. അല്പസമയത്തിനകം എത്തിച്ചേരുമായിരിക്കും. ഈ കുടുംബത്തിനെതിരെ നാട്ടുകാർ രംഗത്തെത്തിയതോടെയാണ് ഈ സംഭവം വലിയ വിവാദ വിഷയമായി മാറിയതെന്ന് നമുക്കറിയാം. ഗോപൻ സ്വാമി എന്ന നാട്ടുകാരെല്ലാം വിളിക്കുന്ന ഈ ഗോപൻ, അദ്ദേഹം അവിടെ ഒരു ചുമട്ടുതൊഴിലാളിയും മറ്റുമായിരുന്നു. ആത്മീയമായ വഴിയിലൂടെ ഉള്ള ചില ആലോചനകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് വേണം ഈ നടക്കുന്ന ചർച്ചകളിലൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ. പക്ഷേ ഏതായാലും ഇത് വലിയ കേരളത്തിൻ്റെ ആകെ ഒരു വിഷയമായി മാറിയത്, അല്ലെങ്കിൽ ഒരുപക്ഷെ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്നൊരു വിഷയമായി മാറിയത്, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ കാണാനില്ല എന്നൊരു അഭിപ്രായവുമായി അല്ലെങ്കിൽ ആരോപണവുമായിട്ട് നാട്ടുകാരാകെ രംഗത്ത് വന്നതോടെയാണ്. അദ്ദേഹം രോഗബാധിതനായിരുന്നു, മരണാസന്നനായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ പിന്നീട് ഈ ബന്ധുക്കളോട് ചോദിച്ചപ്പോൾ, പ്രത്യേകിച്ചും ഈ മക്കളും ഭാര്യയും എല്ലാം പറഞ്ഞ് അദ്ദേഹം സമാധിയാവുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തെ സമീപത്തുള്ളൊരു കല്ലറ ഉണ്ടാക്കിയിട്ട് അവിടെ അടക്കം ചെയ്യുകയാണ് ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ തന്നെ, ഗോപൻ സ്വാമിയുടെ തന്നെ ആവശ്യപ്രകാരം അവിടെ ഇരുത്തി സമാധിയാക്കുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ട് നാട്ടുകാരെ ആരെയും അറിയിച്ചില്ല എന്ന ചോദ്യം ഉയർന്നപ്പോൾ ഇത് തനിക്ക് അദ്ദേഹം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു, ഇക്കാര്യങ്ങൾ അങ്ങനെ വേണം, സമാധിയായിട്ടിരുത്തണം തന്നെ, മകനല്ലാതെ മറ്റാരും കാണാൻ പാടില്ല, അവിടെ പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ അദ്ദേഹത്തെ സമാധിയാക്കണമെന്ന ആവശ്യം ഈ ഗോപൻ സ്വാമി തന്നെ മുന്നോട്ട് വെച്ചിരുന്നെന്നാണ് മക്കൾ പിന്നീട് പറഞ്ഞത്. ഇത് വലിയ പ്രശ്നത്തിന് കാരണമായി. സ്വാഭാവികമായിട്ടും ഇതൊരു സാമൂഹ്യ പ്രശ്നവും കൂടിയായി മാറി. പ്രത്യേകിച്ചും ഈ ഗോപൻ സ്വാമി 70 വയസ്സുവരെ ജീവിച്ച 70 കൊല്ലക്കാലം ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്ന നിറയെ സുഹൃത്തുക്കളും ബന്ധുക്കളും മറ്റു പരിചയക്കാരുമൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെ ഉണ്ടായി എന്നറിയാനുള്ള അവകാശം തങ്ങൾക്ക് കൂടെ ഉണ്ട് എന്നത് നാട്ടുകാർ ആ കാര്യങ്ങൾ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം എങ്ങനെ ഉണ്ടായത്. പിന്നീട് പോലീസ് ഇടപെട്ടെങ്കിലും കല്ലറ പൊളിക്കാനാവുകയില്ല, സമാധി സ്ഥലത്ത് പോലീസ് പ്രവേശിക്കരുത് എന്നൊക്കെയുള്ള കടുത്ത നിലപാടുകളുമായിട്ട് ഒരുപക്ഷെ പൊതുസമൂഹത്തിന് ആകപ്പാടെ ചിരി തന്നെയും വരുന്ന ചിലതരം അഭിപ്രായങ്ങളും നിലപാടുകളൊക്കെ ആയിട്ട് ഈ ബന്ധുക്കളും പ്രത്യേകിച്ചും ഈ മക്കളും മറ്റുമൊക്കെ വന്നതോടെയാണ് അത് കൂടുതൽ വലിയ വിഷയമായി മാറിയത്. പക്ഷേ ആത്യന്തികമായിട്ട് ഇതൊരു മരണത്തിൻ്റെ പ്രശ്നമാണ്. അതിനകത്ത് വിശ്വാസത്തിൻ്റെയും സെൻറ്റിമെൻസിൻ്റെയും ഒക്കെ അംശങ്ങളുണ്ട് എന്നതുകൊണ്ട് സർക്കാരും പോലീസും മറ്റുമൊക്കെ ഒരു സമവായത്തോടെ കുറച്ചുകൂടി ഒരു അവധാനതയോടെയുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. വളരെ പെട്ടെന്ന് ഉടനടി ചെന്ന് കല്ലറ പൊളിച്ചു മാറ്റി ബന്ധുക്കളെ ബലപ്രയോഗം മൂലം മാറ്റി നിർത്തി അങ്ങനെയൊന്നും ചെയ്യാൻ പോലീസ് ഏതായാലും തുനിഞ്ഞില്ല. പിന്നീട് കോടതി ഇടപെട്ടാണ് ഒരാൾ മരിച്ചോ ഇല്ലയോ എന്നതിന് വ്യവസ്ഥാപിതമായിട്ടുള്ള സംഗതികൾ, നടപടിക്രമങ്ങൾ നാട്ടിലുണ്ട്. മരണ സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിൻ്റെ ആയിട്ടുണ്ടോ, മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അത് മരിച്ചതായിട്ട് കണക്കാക്കാനാവുകയില്ലല്ലോ. ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല ആളുകളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മിസ്സിംഗ് കേസായിട്ട് പരിഗണിക്കേണ്ടി വരില്ലേ. നിങ്ങളുടെ നിരവധിയായിട്ടുള്ള ഈ നിയമപരമായിട്ടുള്ള ചോദ്യങ്ങൾ കൂടെ വന്നതോടുകൂടിയാണ് ഇങ്ങനെയൊരു സംഭവത്തിലേക്ക് പോയത്. ഇതിനകത്തുള്ള മറ്റൊരു വശം, കോടതിയും പോലീസും ഒക്കെ കണ്ടിരിക്കാവുന്നൊരു വശം, ആളുകൾ സ്വാഭാവികമായിട്ടും ഇത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് സമാധി ആയതാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി ഇരുത്തിയിട്ട് സമാധി എന്ന വാക്കൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിലും നാളെ ആളുകളെ അങ്ങ് കൊന്നുകളയാനും മറ്റും ഈ ഒരു ഉപാധി ഉപയോഗിച്ച് കളയുമോ എന്നതുകൂടെ, അത്തരം വഴികൾ അടക്കുക എന്നതുകൂടെ നിയമത്തിൻ്റെ വ്യവസ്ഥാപിതമായിട്ടുള്ള നടത്തിപ്പുകാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ ഉത്തരവാദിത്തമാണത്. അതായത് നാളെ അദ്ദേഹം സമാധിയായതാണ് എന്ന് പറഞ്ഞ് ബന്ധുക്കൾക്കോ മക്കൾക്കോ മറ്റോ ഒരാളെ കൊന്നുകളയാനുള്ള അവകാശം കൂടെ ഇതുവഴി കിട്ടുകയാണ്. അങ്ങനെ ഞങ്ങൾ സമാധിയാക്കിയതാണ്, അല്ലെങ്കിൽ അദ്ദേഹം സമാധിയായതാണെന്ന് പറഞ്ഞ് ആൾക്കാർക്ക് കുഴിച്ചിടാനും മറ്റുമൊക്കെയുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഇരുത്താനും മറ്റുമൊക്കെയുള്ള ഒരു പ്രശ്നം, ഒരു ശരിയല്ലാത്തൊരു കീഴ്വഴക്കം സൃഷ്ടിക്കപ്പെടുമല്ലോ എന്നതുകൂടെ കോടതിക്കും നീതിന്യായ സംവിധാനങ്ങൾക്ക് നോക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഈ നീതിന്യായ സംവിധാനങ്ങളുടെയും പോലീസിൻ്റെ ഇടപെടലോടെ ഇന്ന് രാവിലെ ഏതായാലും ഈ കല്ലറ തുറന്നപ്പോൾ ഇദ്ദേഹം ഇരിക്കുന്ന നിലയിലായിരുന്നു. സമാധി എന്ന് പറയുന്നത് ഇങ്ങനെ ഇരുത്തിയ നിലയിൽ സംസ്കരിക്കുക എന്നതുകൂടെ ചേർന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇരുന്ന നിലയിലാണ് കാണുന്നത്. ഈ ഭസ്മവും മറ്റു കാര്യങ്ങളൊക്കെ അതിന് ചുറ്റുപാടുമായിട്ട് ഇട്ടതായിട്ട് കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അധിക ദിവസമായിട്ടില്ല എന്നതുകൊണ്ട്
മൃതദേഹം വല്ലാതെ അഴുകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പരിശോധനകൾ നടത്താൻ താരതമ്യേന എളുപ്പമുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അവളെ ആ പ്രദേശത്താകെ തന്നെ രൂക്ഷഗന്ധമായിരുന്നു എന്നാണ് അവിടെ നിന്ന് നേരത്തെ ബിനിൽ ലീല സാബുവും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ കേട്ടത്. ബിനിൽ, ഇത് നാട്ടുകാരുടെ പ്രതികരണം പിന്നീട് എന്താണ്? ഈ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടന്നോ? കഴിഞ്ഞ ദിവസം വലിയ ബഹളമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ. അവരൊക്കെ ഇത്തവണ ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തില്ലേ? അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? അത് അവഗണിച്ചുകൊണ്ടാണോ ഈ കാര്യങ്ങൾ നടന്നത്? സനീഷ്, അത്തരം പ്രതിഷേധങ്ങളൊന്നും ഇന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ ഭാര്യയും മരുമകളും മകനും ഇവിടെ ഉണ്ടായിരുന്നില്ല. മൂത്ത മകൻ സനന്ദൻ മാത്രമാണ് ആ സമയം വീട്ടിൽ ഉണ്ടായിരുന്നത്. അയാൾ പുറത്തേക്ക് വരികയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. പോലീസിന്റെ വലിയ കാവൽ ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ചില സംഘടനകൾ ഒക്കെ ഇവിടേക്ക് വരികയും അവർ ഈ കുടുംബത്തിന്, സമാധി എന്ന ഇവരുടെ ആ വാദത്തിന് പിന്തുണ കൊടുക്കുകയും ഇത് പൊളിക്കാനുള്ള ശ്രമം തടയുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ദിവസം കോടതി ഇക്കാര്യത്തിൽ കൃത്യമായി പോലീസിന് നടപടിയുമായി മുന്നോട്ട് പോകാമെന്ന് കൃത്യമായി പറയുകയും ചെയ്തു. പിന്നീട് ആ സംഘടനാ നേതാക്കൾ തന്നെ അവരുടെ അണികളോട്, പ്രവർത്തകരോട് പറഞ്ഞു ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ ഇവിടേക്ക് വരാതിരുന്നത്. മറ്റ് അയൽവാസികളോടൊന്നും ഇവിടേക്ക് എത്തേണ്ടതില്ല എന്ന് പോലീസ് കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് ഇന്നുണ്ടായിരുന്നില്ല. ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഇന്നുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ അന്ന് പൊളിക്കാൻ വന്നപ്പോൾ, കളക്ടറുടെ ഓർഡറുമായി വന്നപ്പോൾ നാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ ഗോപൻസ്വാമിയുടെ ഭാര്യയും മരുമകളും മകനും അടക്കം ഈ കല്ലറയ്ക്ക് മുമ്പിൽ ഇരിക്കുകയും അവർ ഈ നാമജപം നടത്തുകയും അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് പോലീസ് ഞാൻ താങ്കളിലേക്ക് വരാം.